ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഈക്കോ ആണ്. കുറേ നാൾ മുമ്പ് ഞങ്ങൾ അപ്ഡേഷൻ ഇട്ടത് ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റിക്ക് വേണ്ടി കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം വണ്ടികൾ, അതായത് ഈക്കോ, ഒമിനി, ആ ഒരു കാറ്റഗറി വരുന്ന വണ്ടികൾ എല്ലാവരും പർപ്പസിനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് മാക്സിമം അതിൻ്റെ ബോഡിയുടെ ഫിനിഷിങ്ങും ബോഡിയുടെ റസ്റ്റിംഗ് ഉണ്ടോ, ഡെൻ്റ് ഉണ്ടോ, ഡോറെല്ലാം കറക്റ്റ് അടയുന്നുണ്ടോ, ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അതിന് ശേഷം വണ്ടി കണ്ട് വണ്ടിയുടെ ബോഡി കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്, എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ എഞ്ചിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ചെക്ക് ചെയ്യുക. എഞ്ചിൻ വരുന്നത് ഈ സീറ്റിൻ്റെ അടിയിലാണ്, അത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഫ്ലൂയിഡ് ചെക്ക് ചെയ്യാനാണെങ്കിലും റേഡിയേറ്റർ കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ലൈൻസ്, ജോയിൻറ്റ്സ്, ഓയിൽ ലീക്സ് ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് വിസിബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഓരോരോ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നിങ്ങൾ ക്ഷമയോടെ കൂടി ഇരുന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് കാണാം, നിങ്ങൾക്കും കൂടുതൽ മനസ്സിലാവും. പക്ഷേ ഇതേ സെയിം തന്നെയാണ് ഒമിനിക്കും വരുന്നത്, ഈക്കോയ്ക്കും വരുന്നത്, ടാറ്റയുടെ കുറച്ച് വണ്ടികൾക്കും വരുന്നത്. ഫസ്റ്റ് നമ്മൾ ബോഡിയാണ് ചെക്ക് ചെയ്യുന്നത്. ബോഡി ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്നെ വാലുവേഷൻ വേണ്ടിയിട്ട് മിക്ക ആൾക്കാരും വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പോയി വാലുവേഷൻ ചെയ്ത് കഴിയുമ്പോൾ
വണ്ടി ഡീറ്റെയിൽസ് മൊത്തം ഓണർ OLX കണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പോയി നോക്കാൻ പറയും. അപ്പോൾ ഞാൻ പോയി നോക്കി വണ്ടി വാലുവേറ്റ് ചെയ്ത് ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ എന്നുള്ളത് മൊത്തം ഫോട്ടോസ് ഡീറ്റെയിൽസ് അടക്കം ഓണേഴ്സിന് അയച്ചു കൊടുക്കും. അത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ബയേഴ്സിന് അയച്ചു കൊടുക്കും. ഈ ഓണറുടെ അടുത്ത് പോയി വണ്ടി നോക്കിയിട്ട് ബയേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ അത് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് അവർ മുമ്പിൽ ഡീൽ നടത്തും. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിങ്ങൾ വാലുവേഷൻ ചെയ്യുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നെക്സ്റ്റ് ഒരു വണ്ടി വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊന്നും കൂടിയാണ് ഒന്ന് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് വാലുവേഷൻ ചെയ്യുന്നത്, കാരണം എനിക്ക് ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വാലുവേഷന് വിളിച്ചിട്ട് അവരെനിക്ക് പേയ്മെൻറ്റ് തന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏത് ടൈപ്പിലാണ് ഞാൻ വാലുവേഷൻ ചെയ്യുന്നതെന്നുള്ളത് ഓപ്പണായിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കിയിട്ട് ഈ വണ്ടിയിൽ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എന്നെ വിളിക്കണമെന്നില്ല. ഞാൻ പറയാം എല്ലാവരും എന്നെ വിളിച്ചിട്ട് എനിക്ക് വാലുവേഷൻ തരണം, ഞാൻ അങ്ങനെ കുറച്ച് പൈസ തരണം, അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മാത്രം എന്നെ വിളിക്കുക. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ബോണറ്റ് മുതലാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം ബോഡി ഫിനിഷിങ് ഏകദേശം ഉണ്ട്. പിന്നെ നമുക്ക് വണ്ടി സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്നാലാണ് നമുക്ക് ഒരു വണ്ടി ബോഡി ഫിനിഷിംഗ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വണ്ടി എഞ്ചിൻ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ബോഡി ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ വണ്ടിക്കും ചെക്ക് ചെയ്യുന്ന പോലെ ഈ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാനായിട്ട് എല്ലാ ഡോറിലും ബോണറ്റിലും ഡിക്കി ബൂട്ട് ഡോറിലുള്ള ഈ പേസ്റ്റിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക. എല്ലാ വണ്ടിക്കും പറയുന്നതാണ്, പക്ഷേ അത് കുറച്ച് ഡീറ്റെയിൽ. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം എഡ്ജ് ടു എഡ്ജ് ചെക്ക് ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എഡ്ജിൽ മാത്രം ചിലപ്പോൾ ബെൻഡ് ഉണ്ടാവും. ആ ബെൻഡുള്ളത് ആ ഭാഗം മാത്രം നിവർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യാൻ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ അടിയിൽ ഈ ബോണറ്റിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു സപ്പോർട്ട്സും ഈ ബോഡി തമ്മിലുള്ള ഗ്യാപ്പ്, കാരണം ഇത് റീപ്ലേസ് ചെയ്യാണ്ട് ഈ മോൾ ഭാഗം ചളങ്ങിയ ഭാഗം മാത്രം അടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ പെയിൻറ്റിങ് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ അടിയിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു സപ്പോർട്ട്സിൻ്റെയും ഈ ഒരു പ്ലേറ്റ് തമ്മിലുള്ള ഗ്യാപ്പ് നന്നായിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ എഡ്ജ് ടു ഈ മൂല മുതൽ ഇത് ഇങ്ങനെ വന്നിട്ട് ഈ ഫൈബറിൻ്റെ പീസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, ഇത് കമ്പനി ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു ബോൾട്ട് മിസ്സായിട്ടുണ്ട്. അപ്പോൾ എന്തോ കാര്യത്തിന് ഇത് അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. കാരണം അത് നമുക്ക് വഴിയെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് സാധനം അഴിച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇത് കറക്റ്റ് ഫിറ്റിംഗ് അല്ല മിക്കതും വരുന്നത്. മാത്രമല്ല ഇവിടെയൊക്കെ ഒരു ഫിറ്റിങ്ങിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഈ ഒരു ഭാഗത്ത് റസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫൈബർ പീസ് അടിച്ചിരിക്കേണ്ട റീസൺ ഈ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട് വണ്ടി. ഈ ഒരു സൈഡ് അടിച്ചിട്ട് ഗ്ലാസ് പൊട്ടിയിട്ടില്ല, പക്ഷേ ഈ ഒരു സൈഡ് അടിച്ചിട്ട് ഈ സൈഡിൽ, അതായത് ഫെഡറിൻ്റെ ഈ ഭാഗം വെൽഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ഈ പില്ലറിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് അടിച്ച് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ടാണ് അവിടെ ഒരു വെൽഡിങ് വന്നിരിക്കുന്നത്. അവിടെ വെൽഡിങ് വരുമ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിൽ നിന്ന് വരുന്ന വെള്ളം, അതായത് ഇവിടെ നിന്ന് വരുന്ന ഈ വെള്ളം ഈ വെൽഡിങ്ങിൽ വരുന്ന കറക്റ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് റസ്റ്റ് ചെയ്യും. ഭാവിയിൽ ആ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ ബോഡി തീർച്ചയായിട്ടും ബോഡി ഡാമേജ് ഉണ്ടാവും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ആപ്രോണോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഈ പേസ്റ്റിങ്ങൾ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് പേസ്റ്റിംഗ് ആണ്. അപ്പോൾ നോർമൽ ഒരാൾ നോക്കുമ്പോൾ ഈ പേസ്റ്റിംഗ് നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ബോണറ്റ് അടയ്ക്കും. പക്ഷേ ഈ പേസ്റ്റിംഗ് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എഡ്ജ് ടു എഡ്ജ് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും മുമ്പത്തെ ഓണർ നമ്മുടെ അടുത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല. കാരണം അവർക്ക് വണ്ടി വിൽക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് പിന്നെ ഈക്കോൻ്റെ ബോഡി ഞാൻ പറഞ്ഞില്ലേ, മാരുതി സുസുക്കിയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ബോഡി റസ്റ്റിംഗ് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പേസ്റ്റിങ് ഈ ഒരു താഴ്ഭാഗം വരെയുള്ളതും ഈ സൈഡിൽ നിന്ന് ഫുള്ള് താഴ്ഭാഗം വരെയുള്ള ഈ ഒരു മെറ്റൽ പേസ്റ്റിംഗ് ഉള്ള ജോയിൻറ്റുകൾ തമ്മിലുള്ള പേസ്റ്റിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ ഈ അപ്പർ ക്രോസ് മെമ്പറും ലോവർ ക്രോസ് മെമ്പറും അത് റസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫിറ്റിങ്ങുകളും പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ അഴിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസും ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പെർഫെക്ഷൻ, അതായത് ഈ ക്ലാമ്പുകളുടെയും ഒക്കെ പെർഫെക്ഷൻ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ റേഡിയേറ്ററിൻ്റെ സപ്പോർട്ട്സും ഇത് ഇളകുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റിംഗ് കറക്റ്റ് ആവില്ല. അപ്പോൾ ചെറിയ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ റേഡിയേറ്റർ ചെക്ക് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ മെറ്റൽ പീസുകൾ തമ്മിലുള്ള ചെറിയ ഗ്യാപ്പില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എയർ ഫ്ലോ ചെയ്യാനുള്ള അടവ് എന്തെങ്കിലും ഉണ്ടോ, അതായത് ഫ്രണ്ടിൽ നിന്നുള്ള ഭാഗം ആ ഗ്രില്ലിൽ എന്തെങ്കിലും അടവുണ്ടോ എന്നുള്ളത് വേണ്ടി ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചേക്കാം. അതിനുശേഷം നമ്മൾ ഈ ടാപ്പ് തുറന്ന് നോക്കുമ്പോൾ ഈ ടാപ്പിൻ്റെ ഉള്ളിൽ ഈ ചെളി ഉണ്ടായിരുന്നു നിങ്ങൾ, ഇത് ഫുള്ള് ചെളിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വെള്ളം ചെളിവെള്ളം പോലത്തെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം വരുമ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ വാട്ടർ ലൈൻസ് ആയിരിക്കും. ഈ വാട്ടർ ലൈൻസ് കടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് നിൽക്കില്ല. പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് കിട്ടാണ്ടാവുമ്പോൾ ഫാൻ കുറേ നേരം വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ ലോഡ് വരും, വണ്ടിക്ക് കുറച്ച് ലോഡ് കൂടുതൽ. കാരണം ഇതിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്ന ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം ചാർജ് വലിക്കും.
മാത്രമല്ല എൻജിൻ കൂളിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും പറ്റുന്നതും ഇതിൻ്റെ ഈ റേഡിയേറ്റർ ഇത്രയും വൃത്തികേടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വാട്ടർ ലൈൻ, അതായത് ഈ വാട്ടർ കണക്ഷൻ അയച്ചു വിട്ടിട്ട് ഇത് അയച്ച് ക്ലീൻ ചെയ്യിച്ചതിന് ശേഷം മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അടിച്ചിട്ട് ഉള്ളിൽ നിന്ന് എൻജിനിൽ നിന്നുള്ള കണക്ഷൻ ഊരി വിട്ടിട്ട് ഈ എൻജിൻ്റെ ഉള്ളിലുള്ള വെള്ളം കൂടി ഒന്ന് ഫ്ലഷ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ റേഡിയേറ്റർ കൂളൻ്റ് ഫ്ലഷൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കുറച്ച് ചെളിയൊക്കെ കുറഞ്ഞിട്ടും. ഇതാണ് നമ്മൾ എല്ലാം ഇത് ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഈ മൂടി അഴിക്കുമ്പോൾ ഈ മൂടിയിൽ ഒരു സ്പ്രിങ് ഉണ്ടല്ലോ, ഇത് ഷോക്ക് അബ്സോർബർ കൊടുത്തതല്ല. ഈ സ്പ്രിങ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചുരുങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലുണ്ട്, റിസർവ് ബോട്ടിൽ, ഈ എൻജിൻ കൂളൻ്റ് റിസർവ് ബോട്ടിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് വലിക്കാനും ഇവിടെ ഉള്ളിൽ എൻജിൻ ബ്ലോക്കിൽ എന്തെങ്കിലും പോരായ്ക വരാണെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കാനും, അതായത് എടുക്കാനും കൊടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ, ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. ഈ ഒരു ഹോള് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. അതായത് ഈ ഒരു പിന്നെ ഊതി കഴിഞ്ഞപ്പോൾ ഈ ഒരു വെള്ളം വന്ന ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു പാസിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാസിങ്ങിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രിങ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂടി കംപ്ലൈൻ്റ് ആയതുകൊണ്ടും വണ്ടിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു മൂടിയുടെ വർക്കിംഗ് കറക്റ്റ് ആണെന്നുള്ളതും ഈ വരുന്ന ഒരു റബ്ബറിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആണെന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വണ്ടിക്കും ഇതൊന്ന് ഊരി നോക്കുന്നത്. കാരണം എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളും കൂടി അതൊന്ന് ചെക്ക് ചെയ്യുക. കാരണം ഞാൻ പ്രോപ്പർ ചെക്ക് ചെയ്യുന്ന ഒരു രീതിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി നോക്കാനായിട്ട് വേറെ ഒരാളുടെ സഹായം വേണം. ഒരു മെക്കാനിക്കിനെ വിളിക്കേണ്ട, സർവീസ് സെൻറ്ററിൽ നിന്ന് ഒരാളെ വിളിക്കേണ്ട. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പൈപ്പുകളുടെയൊക്കെ കണ്ടീഷൻ. ഇപ്പോൾ നിങ്ങൾ അടുത്ത് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നെക്കുമ്പോഴേ നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടുന്നുണ്ട്. അതായത് ഈ ക്രിസ്പിനെസ് എന്ന് പറയുമ്പോൾ ഈ പൈപ്പുകളൊക്കെ പഴകിയിട്ട് ഇത് മാറാണ്ടിരിക്കുമ്പോഴൊരു ഈ നെക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് പൊടിയുന്ന പോലൊരു ചെറിയൊരു സൗണ്ട് അത് കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ആ സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കാലപ്പഴക്കം ഇതൊക്കെ ചേഞ്ച് ചെയ്യാറായി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ബോഡി ഓൾമോസ്റ്റ് എല്ലാ ഗ്യാപ്പ് ടു ഗ്യാപ്പ് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ സൈഡിൽ നിന്ന് ഒരു ഇടി ഇടിച്ചിട്ടുണ്ട്. അത് ഈ ഒരു പീസും ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് റീപ്ലേസ് ചെയ്തത് സെയിം ഇയറിൽ തന്നെ ആയതുകൊണ്ട് നോക്കാൻ വരുന്ന ആൾക്കാർക്ക് ഈ സെയിം ഇയറിനെ കാണുമ്പോൾ ഗ്ലാസ് റീപ്ലേസ് ഇല്ലയെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം അടിയിൽ ഗമ്മ് എക്സ്ട്രാ വേറെ ഒട്ടിച്ച ഗമ്മാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷനിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ വാട്ടർ ഈ ചാനൽ. ഈ വാട്ടർ ചാനലിലെല്ലാം നല്ലോണം റെസ്റ്റ് കാണാറുണ്ട് മിക്ക വണ്ടിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ടയർ അങ്ങോട്ട് ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ വാട്ടർ ചാനൽ റൂഫിലുള്ള ഭാഗങ്ങളെല്ലാം ക്ലിയറായിട്ട് ചെക്ക് ചെയ്യാം. ഈ റൂഫിൽ ഒരു പേസ്റ്റിംഗ് വരുന്നുണ്ട്. കാരണം ഈ വാട്ടർ ചാനലിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് അറ്റം വരെ ഒരു പേസ്റ്റിംഗ് വരുന്നുണ്ട്. ആ പേസ്റ്റിങ്ങും ഈ റൂഫ് നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു റൂഫിൻ്റെ അതായത് കോർണർ ടു കോർണർ ഞാൻ എല്ലാ വണ്ടിക്കും പറയുന്ന പോലെ നമ്മൾ നോക്കുക. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കറക്റ്റ് ഒരു വ്യൂ ഇതിൻ്റെ കിട്ടും. അപ്പോൾ മുകളിൽ ഡെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബോഡി റൂഫ് ഏകദേശം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ പില്ലറും ചെക്ക് ചെയ്തു, ഫ്രണ്ടും ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഭാഗം ഇതിൻ്റെ നമുക്ക് എൻജിൻ ചെക്ക് ചെയ്യാം കേട്ടോ. എൻജിൻ ഈ ബോഡി നന്നായിട്ട് എല്ലാം നോക്കിയിട്ട് നമുക്ക് എൻജിൻ ചെക്ക് ചെയ്യാം. അപ്പോൾ എൻജിനിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതുകൊണ്ടാണ് നമ്മൾ എൻജിൻ ബാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിലൊരു റസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ലേ, ആ റസ്റ്റിങ്ങിൻ്റെ ബാക്കി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പാഡ് ശരിക്കും വരും. ആ ഒരു പാഡൊന്നും ആക്ച്വലി ഇട്ടിട്ടില്ല വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു താഴെ നിന്നുള്ള ഈ ഒരു മൂല, അതായത് ഈ ഒരു മഡ് ഗാർഡ് എന്നൊക്കെ പറയില്ല, ആ ഒരു ഭാഗം അത് ഫെഡറിൻ്റെ താഴെ ഭാഗത്തും ആ ഒരു ഭാഗങ്ങളിലൊക്കെ കുറച്ച് റസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ റീപെയിൻറ്റഡ് ആണ്. മാത്രമല്ല ഈ ഒരു ഭാഗത്ത് വരുന്ന റസ്റ്റിംഗ് കണ്ടില്ലേ, ഇതൊക്കെ കമ്പനി പേസ്റ്റിംഗ് ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ ശേഷം ഈ ഒരു റസ്റ്റിംഗ് കാര്യങ്ങൾ വന്നതാണ്. പക്ഷേ ഇതിൻ്റെ ആപ്രോൺ നോക്കുകയാണെങ്കിൽ ആപ്രോണ് ഡാമേജസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ആപ്രോണൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ ഈക്കോയ്ക്ക് മിക്ക വണ്ടിക്കും ഈ ഫ്ലോർ മാറ്റ് ചെയ്തിട്ട് മൊത്തം നമ്മൾ ഈ സൈഡ്, അതായത് ഈ ആപ്രോണിൻ്റെ സൈഡ് അടക്കം ഒട്ടിച്ച് ഫ്ലോർ മാറ്റ് വെച്ചിട്ടുണ്ടാവും. ശരിക്കും നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അതൊന്ന് പറിച്ച് നോക്കണം. കാരണം കസ്റ്റമർ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് പറിക്കണം നാണക്കേട് വിചാരിക്കേണ്ട. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് മൊത്തം പറിച്ച് നോക്കുക. കാരണം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലോർ മാറ്റൊക്കെ നമ്മൾ ശരിക്കും പൊക്കി നോക്കിയാണ്. അതായത് ഈ ഫ്ലോർ മാറ്റൊക്കെ പൊക്കി മൊത്തം പേസ്റ്റിങ്, ജോയിൻറ്റ് പേസ്റ്റിംഗ് ഒക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഈ വെള്ളം നിന്നിട്ടുണ്ടല്ലേ, ഇതിൻ്റെ ഫ്ലോറൊക്കെ കണ്ടില്ലായിരുന്നോ, ഇതേപോലെ റസ്റ്റിങ്ങും ഈ ഉറുമ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ പൊക്കി നോക്കണം എന്ന് തോന്നുന്നു. കാരണം ഉറുമ്പ് കൂട്ടിയിട്ട് കാലം കുറേയായി. അപ്പോൾ ഈ ഒരു ഭാഗം അതായത് ഇങ്ങനെ അറ്റം വരെ, അതായത് ആ അറ്റം വരെയുള്ള മൊത്തം ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. ഇതെല്ലാം ഈച്ച് ആൻഡ് എവറി പാർട്സ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. കാരണം
ആ സൈഡും ഇതുപോലെ തന്നെ, ഈ സൈഡ് നോക്കിയ പോലെ തന്നെ നമുക്ക് ആ സൈഡും കൂടി നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ആ സൈഡ് ചെക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ സൈഡും കൂടി നോക്കുവാണ്. കാരണം ഈ സൈഡ് നോക്കുമ്പോൾ നോർമൽ ഒരാൾ വന്ന് നോക്കി, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രോക്കറെ കൊണ്ട് പോയി നോക്കി, ആപ്രോൺ നോക്കി, ഓക്കെ നോ പ്രോബ്ലം, ചെറിയ റെസ്റ്റ് ഇവിടെ കണ്ടു. അപ്പോൾ കൂടെ നിങ്ങൾ നോക്കാൻ കൊണ്ടുപോയ ആളുടെ അടുത്ത് ഓണർ പറയും ഒരു 5 രൂപ ഇങ്ങനെ അടിക്കും, 5 രൂപ അപ്പോൾ 5000 കമ്മീഷൻ തരാനാണ്. അപ്പോൾ പറയും ഓ സൂപ്പർ വണ്ടി, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. അപ്പോൾ പിന്നെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാണ്ടാവും. പക്ഷേ നമുക്കത് ഭാവിയിൽ നമുക്ക് പാച്ച് വർക്ക് ചെയ്യാം. വണ്ടിയുടെ ഒരു പെർഫെക്ഷൻ ഒന്നും ഇല്ലാത്ത വണ്ടി യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു പീസൊക്കെ ഇളക്കി നോക്കാം നമുക്ക്. ഈ ഒരു പീസൊക്കെ ഊരി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഓട്ടയായി കണ്ടില്ലേ, ഇതൊക്കെ ഭാവിയിലേക്ക് തുരുമ്പ് റസ്റ്റിംഗ് ഒക്കെ ആയി. എല്ലാ വണ്ടിക്കും ഇങ്ങനെ ഉണ്ടെന്നല്ല പറയണത്. ഇപ്പോൾ ഞാൻ ലാൻസറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ വിവരമില്ലാത്തവന്മാർ വന്നിട്ട് എൻ്റെ വീട്ടുകാരെ മുഴുവൻ തെറി വിളിച്ചിട്ട് പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻസർ എല്ലാ വണ്ടിയും കംപ്ലൈൻ്റ് ആണെന്നല്ല പറഞ്ഞത്. നിങ്ങൾ നോക്കാൻ പോകുന്ന വണ്ടി ഇപ്പോൾ പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരിക്കണം. ഇപ്പോൾ അംബാസിഡറൊക്കെ 5 ലക്ഷം 6 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയുണ്ട്. ലാൻസർ ലെജൻഡാന്നൊക്കെ പറഞ്ഞു, ലെജൻഡാണ് അത്. അവിടെ ഇറക്കിയ ഓൾ വീൽ ഡ്രൈവ് ലാൻസറിൻ്റെ കേസാണ്, ഇന്ത്യയിൽ ഇറങ്ങിയ ലാൻസർ അല്ല. അപ്പോൾ അതിന് നമ്മളൊക്കെ തെറി വിളിക്കുക എന്നുള്ളത്, നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പേഴ്സണൽ ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളത് വീട്ടുകാരെ തെറി വിളിക്കുക, വാട്സപ്പിൽ തെറി വിളിക്കുക, അങ്ങനെ ഒരുപാട് തെറിവിലേക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ഭയങ്കര, നമ്മൾ ഇത്രയും സിൻസിയറായിട്ട് കാര്യം പറഞ്ഞു തന്നിട്ട് ചീത്ത വിളിക്കുക വളരെ മോശമാണ്. ലാൻസറിൻ്റെ വീഡിയോ ചെയ്തതിലൊരു കാര്യം പറയാൻ വിട്ടത് ഈ അവസരത്തിൽ പറയണം, വിഷമമൊന്നും വിചാരിക്കേണ്ട. നമ്മളത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാൻ പോകുന്ന വണ്ടി ഇപ്പോൾ എല്ലാ ഈക്കും ഈ കണ്ടീഷൻ ആവണമെന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കാൻ പോകുന്ന വണ്ടി ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തൊരു കംപ്ലയിൻറ്റിൽ നിങ്ങൾ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ലാൻസർ എടുക്കാൻ പോയി, ലാൻസർ നിങ്ങൾ എടുക്കാൻ പോകുന്ന ലാൻസർ ചിലപ്പോൾ 10 ഓണറുള്ള വണ്ടി ആയിരിക്കും. അപ്പോൾ ആ വണ്ടിക്ക് എടുക്കുന്നവൻ പെടരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് ഓരോരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് എല്ലാ വണ്ടിയും മോശമാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയൊരു ലെവലിലാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം ഏറ്റവും മോശമായിട്ടുള്ള ഒരു രോഗിയെ ചികിത്സിച്ച ഡോക്ടർക്ക് പനിയും ചുമയും ജലദോഷവും വരുന്ന ഒരു രോഗിയെ ചികിത്സിക്കാൻ സിമ്പിളായിരിക്കും. അപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുന്ന വണ്ടി ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പൈസ മുടക്കുന്ന 1 ലക്ഷം 2 ലക്ഷം രൂപ കൊടുക്കുന്ന കസ്റ്റമേഴ്സാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ അതിന് പിന്നെ എന്നെ ചെറിയ വിളിക്കുന്നവരൊക്കെ അടുത്ത് പറയാനൊന്നുമില്ല. അവർക്കൊക്കെ ഒന്നും പറയണം, അവർ സംസാരിക്കണം നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു അണ്ടർബോഡി. പിന്നെ ഈ ഫ്ലഡ് കയറിയ വണ്ടിയാണെന്ന് പറയാനായിട്ട് ഇത്രയും ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഫ്ലഡ് കയറിയ വണ്ടിയാണെന്ന് പറയാനായിട്ട്, ഫ്ലഡ് കയറിയ വണ്ടിക്ക് എത്ര ക്ലീൻ ചെയ്താലും ഈ ലൈൻ കണക്ഷൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ വയറിങ് കപ്ലിങ്ങുകളുണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ വരുന്ന ചെളികളൊന്നും, ഇത് ഫ്ലഡ് വണ്ടിയല്ല, ഇതിനകത്ത് കുറച്ചൊരു ചെളി പോലെ ഉണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ ആ ഒരു ജോയിൻറ്റിൽ വരുന്നത് ഈ ഒരു കപ്പ്, ഈ ഒരു ആപ്രോണിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു മറ്റേ സ്റ്റഡ് മൗണ്ട് ബുഷിൻ്റെ ഈ ഒരു കവറിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചെളി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ആ ചെളിയുടെ പാടൊക്കെ നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഡാഷ്ബോർഡിന് അടിയിലുള്ള മോട്ടറുകൾ, AC-യുടെ മോട്ടർ, അതിൻ്റെയൊക്കെ ഒരു കളറുണ്ടല്ലോ, അതൊക്കെ ഒരു എന്താ പറയുക തുരുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ സ്റ്റിയറിംഗ് റോഡിൻ്റെ അടിയിലൊക്കെ റസ്റ്റ് ഉണ്ടാവും. ഈ സീറ്റ്, അതായത് ഈ സീറ്റ് മറിച്ചിട്ട് പോകുമ്പോൾ സീറ്റിൻ്റെ അടിയിലൊക്കെ റസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഫ്ലഡ് വണ്ടി കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ഡീപ്പായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഫ്ലഡ് കയറിയ വണ്ടിയാണെന്നുള്ളതും കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് മൊത്തം ഇതിൻ്റെ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ഈ ഒരു ഭാഗം കഴിഞ്ഞു. പിന്നെ ചെക്ക് ചെയ്യുന്നത് കോർണർ ടു കോർണർ വണ്ടി വ്യൂ, അതായത് വണ്ടിയുടെ ബോഡി ഷേപ്പ് നല്ല വൃത്തിയുള്ള ബോഡി ഷേപ്പാണ്. നമുക്കിങ്ങനെ ഈ സൈഡിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഡോറുകൾ തമ്മിലുള്ള ഗ്യാപ്പുകളും ആ വാട്ടർ ലൈനും, അതായത് ബോഡിയിലുണ്ടെങ്കിലും ഫ്ലീറ്റ് ഉണ്ടെന്നുള്ളത് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ ഒരു സൈഡിൽ നിന്ന് കോർണർ ടു കോർണർ നിങ്ങൾ നന്നായിട്ട് വ്യൂ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഡോറ്, ഈ ബാക്കിലെ ഡോറ് ഇങ്ങനെയാണ് ഓപ്പണിങ് വരുന്നത്. ഈ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം, ഡോറിൻ്റെ ഈ അടിയിലുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, കാരണം ഈ സൈഡിൽ ഈ ഒരു പഞ്ചിങ് ഉണ്ടല്ലോ, ഈ ഒരു ഡോട്ട്സ് കണ്ടില്ലായിരുന്നോ, ഈ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി മേടിക്കുമ്പോൾ കമ്പനിയിലുള്ള ഡോട്ട്സാണ്. ഈ ഒരു താഴ്ഭാഗത്ത് എവിടെയെങ്കിലും റസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ളതും, ഈ ഒരു ഷീറ്റ് പൊക്കിയിട്ട് ഈ ഒരു ഭാഗം, അതായത് ഡോർ അടയുന്ന ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ വണ്ടി വാങ്ങിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ ഇടയ്ക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി പൊക്കിയിട്ട് ഇതിൻ്റെ ബോഡി പ്ലാറ്റ്ഫോം, ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള പേസ്റ്റിങ്, ഈ ഒരു പ്ലാറ്റ്ഫോം പെർഫെക്റ്റ് ആണെന്നുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതുപോലത്തെ മാറ്റ് എല്ലാ വണ്ടിക്കും ഉണ്ടാവും. ഈ മാറ്റിൻ്റെ ക്വാളിറ്റി അല്ല നിങ്ങൾ നോക്കേണ്ടത്. മാറ്റ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ എന്നാൽ സൂപ്പറായിട്ടുണ്ട് അങ്ങനെയല്ല പറയേണ്ടത്. ആ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ അപ്പുറത്ത് വേറൊരു ഈക്കോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഈക്കോയും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം അവരോട്, ഒരു കമ്പയർ ചെയ്യാമല്ലോ. കാരണം ഇത് പൊട്ട വണ്ടിയാണെന്ന് വിചാരിക്കരുതല്ലോ, കാരണം ആ ഈക്കോയ്ക്കും ഈ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ അതും കൂടി ഒന്ന് ചെയ്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇത് വേറെ ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടില്ലേ ഈ ഒരു ഭാഗത്തുള്ള റെസ്റ്റിങ് കാര്യങ്ങളുണ്ടല്ലേ, അതുപോലെ തന്നെ ഇതിപ്പോൾ കുറച്ച് കൂടുതലാണ്, കാരണം കുറച്ച് പഴക്കമുള്ള വേഴ്സിയാണിത്, മറ്റേ ഈക്കോ അല്ല. അപ്പോൾ ഇതിൻ്റെയും ആ ഒരു ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് മിക്ക വണ്ടികളിലും ഈ ഒരു കംപ്ലയിൻറ്റ്സ് ഈ ഈക്കോയുടെ ഈ മോഡലിനും. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തുള്ള റസ്റ്റിങ് കാര്യങ്ങളുണ്ടല്ലേ, ഈ ഒരു റസ്റ്റിങ്ങും കാര്യങ്ങളാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. കാരണം പല വണ്ടിയിലും പല ടൈപ്പിലായിരിക്കും. അപ്പോൾ ഈ ഒരു താഴത്തെ ഗ്രീസിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ അറിയാൻ പറ്റും.
അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം മറ്റേ കമ്പാരിറ്റീവ്ലി കുറച്ച് മോശമാണ്, കാരണം ഇത് കുറച്ച് പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പുതിയ 2011 വണ്ടിയും ഇത് 2000 എത്ര മോഡലേട്ടാ? 2006 വണ്ടി, 2006 വേഴ്സിയും തമ്മിലുള്ളൊരു, കാരണം ഇത്രയും പഴക്കം കൂടുന്തോറും ആ ഡാമേജസും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വരും. അപ്പോൾ ഈക്കോ ആണിത്, വേഴ്സാണ് അത്. പക്ഷേ രണ്ടും തമ്മിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല, കാരണം രണ്ടും ഏകദേശമൊക്കെ സിമിലറാണ് വണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ 2011 വണ്ടിയാണ്, 2006 വണ്ടി. ഇനി 2014 വണ്ടി ചിലപ്പോൾ മോശം കണ്ടീഷനിൽ യൂസ് ചെയ്തതാണെങ്കിൽ അതിനകത്ത് റസ്റ്റിങ് കാര്യങ്ങളുണ്ടാവും. 2018 വണ്ടി ഇപ്പോൾ പാചകക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണെങ്കിൽ റസ്റ്റിങ് കാര്യങ്ങളുണ്ടാവും. എന്ന് വെച്ചിട്ട് 2004 വണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിക്ക് ഒരു റസ്റ്റിംഗ് ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടുകാർ വിളിക്കാൻ പാടില്ലല്ലോ, അത് മോശമല്ലേ. അപ്പോൾ ലാൻസറിൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അല്ല, ചില ലാൻസറിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് കേരളത്തിലെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ കുറേ ഗ്രൂപ്പുകൾ നല്ല മാന്യമായിട്ട് വിളിച്ച് സംസാരിച്ച ആൾക്കാരും എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മാന്യമായി സംസാരിച്ച അഡ്മിൻ ഒക്കെ ഉണ്ട്, അവരൊക്കെ ഓക്കെ. പക്ഷേ കുറച്ച് ബഞ്ച് ഓഫ് എന്താ പറയുക, ഒരു കൾച്ചറൽസ് പീപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഡിക്കിയിലേക്ക് കയറാം. അപ്പോൾ ഇത് ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഇതിനകത്ത് ഈ സൈഡിൽ നിങ്ങൾ കണ്ടില്ല, ഈ ഒരു പാഡില്ല, ഇവിടെ ഒരു പാഡുണ്ട്. പക്ഷേ ഈ ഒരു പാഡിന് നമുക്ക് റേറ്റ് വരുന്നത് ഒരു 1500 രൂപ ആ റേഞ്ചിൽ നമുക്ക് ഈ ഒരു പാഡിന് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാഡ് ഇല്ലാത്ത വണ്ടിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വുഡിൻ്റെ MDF പോലത്തെ മെറ്റീരിയലിൽ ഇതൊരെണ്ണം പുതിയത് മേടിക്കുക. കാരണം ഇതൊരെണ്ണം പുതിയത് മേടിച്ചിട്ട് ഈ അളവിന് MDF പോലത്തെ ഒരു മെറ്റൽ, കാരണം കട്ടി കുറഞ്ഞ ഏതെങ്കിലും വുഡ് കൊണ്ട് അതിനകത്ത് പാനൽ ചെയ്തിട്ട് നമുക്ക് വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡോറൊക്കെ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആവുകയും ചെയ്യും. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും നിങ്ങൾക്ക് മറ്റേ തട്ടിയാലോ പൊട്ടൊന്നുമില്ല, ആ ഒരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ പിന്നെ സ്പീക്കറൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഒരു ഓപ്ഷൻസൊക്കെ ഉണ്ട്, ഒരു ഓപ്ഷൻ പറയുന്നുള്ളൂ. ഈ ഒരു ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ ബാക്കിൽ നിന്ന് എന്തെങ്കിലും റസ്റ്റിങ് കാര്യങ്ങളുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. റൂഫ്, അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ പേസ്റ്റിങ്, ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള തുരുമ്പുകളോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബൂട്ട് ഡോറിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു എഡ്ജ് ടു എഡ്ജ് വരുന്ന പേസ്റ്റിങ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ബാക്ക് ഡിക്കിയുടെ ഈ ഷോക്ക് അബ്സോർബറല്ലേ, ഇതിൻ്റെ കണ്ടീഷൻ, ഇതൊക്കെ ശരിക്കും വില ചേഞ്ച് ചെയ്യാനായിട്ട് പൈസ കുറവാണ്. ഇതിന് വലിയൊരു ബൂട്ട് ഡോർ ആയതുകൊണ്ട് ഇത് അടയും തുറങ്ങുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഇതിൻ്റെ ടെമ്പർ പോവും. അതേപോലെ തന്നെ ഇത് നമ്മൾ റീപ്ലേസ് എന്ന് പറയുമ്പോൾ 350 രൂപ 400 രൂപ ആ റേഞ്ചൊക്കെയാണ് ഇത് ഒരെണ്ണത്തിന് റേറ്റ് വരുള്ളൂ. ചിലപ്പോൾ 2 എണ്ണം ഒരുമിച്ച് പോകണമെന്നില്ല, ഒരെണ്ണമാണ് ചിലപ്പോൾ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം മാറ്റിയാൽ മതി. പിന്നെ ഗ്ലാസ്സുകൾ കുറേ അധികം ഉള്ളതുകൊണ്ട് എല്ലാ ഗ്ലാസും റീപ്ലേസ് നോക്കണം കേട്ടോ. ഇത് 2011, ഫ്രണ്ട് 2011, ഈ ഒരു 2 സൈഡ് 2011, എല്ലാം 2011 തന്നെയാണ്. അപ്പോൾ ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, അത് 2011 തന്നെ റീപ്ലേസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ബൂട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബൂട്ടിലുള്ള ബോഡിയും കൂടി, അതായത് അണ്ടർ ബോഡിയും കൂടി നമ്മൾ തുറന്നിട്ട് മൊത്തം ബൂട്ടിൻ്റെ ബോഡി എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇത് ബോഡിയൊക്കെ അടിപൊളിയാണ്, കാണാൻ റസ്റ്റിംഗ് ഒന്നുമില്ല, പക്ഷേ ചെറിയ റസ്റ്റിംഗ് ഉള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ റസ്റ്റിംഗ് ഒന്നും നമ്മൾ കാര്യമാക്കി എടുക്കണം. കാരണം ഇതിന് നീളത്തിലുള്ളൊരു ബോഡി, മാരുതി സുസുക്കിയുടെ വണ്ടിയല്ല, ചെറിയ റസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് അത്രയ്ക്കൊന്നും ഡീപ്പായിട്ട് കാര്യമാക്കി എടുക്കണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നമുക്ക് വില പറഞ്ഞ് കുറച്ച് നമ്മൾ മേടിക്കണം വണ്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ പുത്തൻ പോലുള്ള വണ്ടിയാണെങ്കിൽ ഈ വണ്ടി 2.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എടുത്തോ. ചെറിയൊരു റസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിലയ്ക്ക് എടുക്കുക. ഇനിയിപ്പോൾ ഒരാൾ ആടിയിട്ടുണ്ട്, ഒരാൾ 2010 വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് ആടിയിട്ടുണ്ട്. അയാളുടെ വണ്ടിയിൽ ഇപ്പോൾ 10,000 കിലോമീറ്റർ ഓടിയ പുത്തൻ പോലത്തെ വണ്ടി ആയിരിക്കും. അപ്പോൾ അതിന് 2 ലക്ഷം രൂപ വിലയുണ്ട്. ചില ആൾക്കാർ 25,000 30,000 ഓടിയിട്ടുള്ള മീറ്റർ കറക്കി വെച്ചിട്ട് റസ്റ്റിംഗ് ഉള്ള വണ്ടി പോളിഷൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ട് ഇതിൻ്റെ അടിഭാഗം ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടാകുന്ന അറിയോ, ഇത്രയൊക്കെ നോക്കിയെടുക്കാനാണെങ്കിൽ ഇവൻ്റെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാൽ തന്നെ പുതിയ എടുത്തുവിടുന്നത്. അതെന്താ കാശുള്ളവന് മാത്രമാണോ പുതിയ മേടിക്കാൻ പറ്റുള്ളൂ? സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നവന് കാശുണ്ടായിട്ട് മേടിക്കുന്നതല്ല, ഒരു ആഗ്രഹം കൊണ്ട് ചിലപ്പോൾ വണ്ടി മേടിക്കുന്നതായിരിക്കും. അപ്പോൾ അവൻ നല്ല വണ്ടി എടുക്കട്ടേന്നേ. ഈ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ നന്നായിട്ട് ചെക്ക് ചെയ്യുക. ഈ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ചെക്ക് ചെയ്യുമ്പോഴേ ഈ സസ്പെൻഷൻ്റെ അവിടെ ഇരുന്ന ഷോക്ക് അബ്സോർവർ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് ലീക്കേജും കൂടി ഉണ്ടെന്നുള്ളത് അതിലും കൂടി ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചേക്കണേ. അതുപോലെ തന്നെ നമുക്ക് ഹൗസിംഗ് ഉണ്ടല്ലോ, അതായത് ബാക്കിലുള്ള ഡിഫറൻഷ്യൽ, അതായത് ബാക്ക് വീൽ ഡ്രൈവാണ് വണ്ടി വരുന്നത്. അപ്പോൾ ബാക്കിലുള്ള ഡിഫറൻഷ്യലിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ എന്നുള്ളതും കൂടി ഇത് ചെക്ക് ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ബോഡി മോൾ ഭാഗം ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ അടിഭാഗം ഈ വണ്ടിക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ മുഴുവനായിട്ടും, അതായത് ഫ്രണ്ട് ബമ്പർ മുതൽ ബാക്ക് ബമ്പർ വരെയുള്ള എല്ലാ അടിഭാഗവും നിങ്ങൾ ക്ലിയറായിട്ട് വ്യൂ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിയറസ്റ്റ് സർവീസ് സെൻറ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് പൊക്കിയിട്ട് അടി പോയി നിന്നിട്ട്, കാരണം ഇതിൻ്റെ എൻജിൻ
നമുക്കൊരിക്കലും സീറ്റ് മറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസിബിലിറ്റി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിനിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി പൊക്കിയിട്ട് വണ്ടി ഫുള്ള് ലിഫ്റ്റ് ചെയ്തിട്ട് അടിയിൽ പോയി നിന്ന് ഇതിൻ്റെ എഞ്ചിൻ്റെ അടിഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്ക് ഉണ്ടോ, അത് എന്തിൻ്റെയാണ്, സമ്മിൻ്റെ ഭാഗത്തു നിന്നോ ക്രാങ്ക് കേസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ടൈപ്പിലുള്ള ഓയിൽ ലീക്ക് ഉണ്ടോ, അതിൽ ആക്സിലിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, ആക്സിലിൻ്റെ ബൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ബാക്ക് വീൽ ഡ്രൈവ് ആണ്, ബാക്കിലേക്ക് ആക്സിൽ പോയിട്ടുണ്ട്. നമുക്ക് എഞ്ചിൻ്റെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് എഞ്ചിൻ ചെക്ക് ചെയ്യാം. നമ്മൾ എഞ്ചിൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ 2 ക്ലാമ്പ് വരും. ഈ ഒരു ക്ലിപ്പ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഈ സീറ്റ് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ മറിച്ചാൽ മതി. ഇതുപോലെ തന്നെ ഈ ഒരു പീസ് മറിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ഫ്രണ്ട് സീറ്റും ഇതുപോലെ തന്നെ മറിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത് എയർ ഫിൽറ്ററാണ് വരുന്നത്. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഓയിൽ സ്റ്റിക്ക് ഇവിടെയാണ് വരുന്നത്. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വണ്ടി അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം, ഈ ടോർക്ക് കൂടുതലുള്ള വണ്ടിയാണ്, മാത്രമല്ല ലോഡൊക്കെ കയറ്റി ഓടിയതാണെങ്കിൽ ഇതിൻ്റെ ഓയിൽ ലെവലും ഈ ബാക്ക് കംപ്രഷൻ ഉണ്ടോ എന്നുള്ളത്, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് കംപ്രഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. മാത്രമല്ല ഈ വയറിങ്ങിൽ എന്തെങ്കിലും ലൂപ്പിംഗ് കാര്യങ്ങളുണ്ടോ, വയറിങ് എന്തെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യുക. പിന്നെ ഈ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ചേസ് നമ്പർ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാലത്തൊരു ഉപകാരം വരും. ഇവിടെയാണ് ഇതിൻ്റെ ചേസ് പ്രിൻ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഫിൽറ്റർ ബോക്സിൻ്റെ താഴെയുള്ള ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി ഉണ്ടല്ലോ, ആ ബോഡിയുടെ റസ്റ്റിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിൻ്റെ ആക്സിലറേഷൻ നമുക്ക് വണ്ടി ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ റേസ് ചെയ്ത് നോക്കാനായിട്ട് ഇതിൽ പിടിച്ചതിനെ വലിച്ചുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതേ ഫിൽറ്റർ ബോക്സിൽ നിന്നുള്ള കണക്ഷൻ, പിന്നെ മാത്രമല്ല ഇതിൻ്റെ ആക്സിലറേറ്റർ, എയർ കൺട്രോളിങ് സെൻസർ, അങ്ങനെയുള്ള സെൻസറുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ എൻജിൻ്റെ ബൂട്ട് വരണം, എൻജിൻ മൗണ്ടിങ് വരണം, താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആരും ഈ ലോക്ക് ഇടാൻ മറക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോക്ക് പ്രോപ്പറായിട്ട് ഇടാൻ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി ആക്സിലറേഷൻ കൊടുത്ത് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് സീറ്റ് ബാക്കിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലോക്ക് ഇട്ടെന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പാക്കുക. അതിനുശേഷം നമുക്ക് എൻജിൻ ചെക്ക് ചെയ്യുക. എൻജിൻ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒരു ചരിച്ചാണ് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എക്സോസ്റ്റിൻ്റെ മാനിഫോൾഡ് കാര്യങ്ങളെല്ലാം നമുക്ക് വിസിബിൾ ആണ്. തന്നെ എൻജിൻ ഹെഡ് ഈ ഒരു പാക്കിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പാക്കിങ് വേറെ ഇട്ടുകൊണ്ടില്ലേ, ഈ മിക്ക വണ്ടിക്കും ഈ ഒരു പാക്കിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ലീക്കിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലീക്കേജസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതായത് മിക്ക ആൾക്കാരും ഇത് ടെമ്പറേച്ചർ, അതായത് സീറ്റിലേക്ക് കൂടുതൽ ചൂടടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പും ഈ ഒരു റബ്ബർ ബൂഷും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്കോൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഹീറ്റ് അടിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുമ്പോൾ നമ്മൾ ഡിപ്സ്റ്റിക്ക് അതായത് ഓയിൽ സ്റ്റിക്ക് വലിച്ച് ബാക്ക് കംപ്രഷൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയും കൂടിയും എന്തെങ്കിലും തരത്തിലുള്ള ഫ്യൂംസോ ഓവറായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇഗ്നൈറ്റർ. ഇതിന് ഏകദേശം രണ്ടും കൂടി റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10,000-ൻ്റെ അടുത്ത് റേറ്റ് വരും. കാരണം 4 സിലിണ്ടർ എഞ്ചിൻ, 4 സിലിണ്ടർ, 4 പിസ്റ്റണും 4 ഇഞ്ചക്ടർ ഉള്ളത്. അപ്പോൾ ഈ ഒരു എഞ്ചിനിൽ ചിലപ്പോൾ ഒരെണ്ണം, അതായത് ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ മിസ് ഫയറിംഗ് ഉണ്ടെങ്കിൽ വണ്ടി അധികം മിസ് ഫയറിംഗ് കാണിച്ചോളണമെന്നില്ല, പക്ഷേ വണ്ടിക്ക് വലിയ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. വണ്ടിക്ക് ചെറിയ വലിക്കുറവുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലാണ് സ്പാർക്ക് പ്ലഗ് വരുന്നത്. അപ്പോൾ ആ സ്പാർക്ക് പ്ലഗൊക്കെ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. ബാറ്ററി കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ബാറ്ററി ഇരിക്കുന്ന ട്രേയും ഈ ബാറ്ററിയിൽ നിന്ന് എന്തെങ്കിലും ആസിഡ് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു ബോഡിയിലൊക്കെ തുരുമ്പ് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെക്ക് ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ എക്സോസ്റ്റ് മിക്കവാറും വണ്ടിയുടെയൊക്കെ തുരുമ്പായിരിക്കും. കാരണം എക്സോസ്റ്റ് നിലത്ത് മുട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ പോയിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഈ വണ്ടി വെള്ളം കയറിയ ഈക്കോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എടുക്കാണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ എൻജിൻ ഒരു ഫസ്റ്റ് കാറ്റഗറി, അതായത് എ കാറ്റഗറി ഫ്ലഡ് ആണെങ്കിൽ പോലും, ഫ്ലോർ ലെവൽ മുങ്ങിയ വണ്ടിയാണെങ്കിൽ പോലും ഇതിൻ്റെ എൻജിൻ്റെ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നിർബന്ധമായിട്ടും അതിനെക്കുറിച്ചൊന്ന് കാര്യമായിട്ട് തന്നെ എടുക്കുക. പിന്നെ ഈ ഒരു ഇഞ്ചക്ടർ കാര്യങ്ങളുടെ ഇഞ്ചക്ടറിൽ നിന്ന് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് പെട്ടെന്ന് പെട്രോളിൻ്റെ സ്മെല്ല് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ലീക്ക് ഒന്നും ഇല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് വരുന്നത് ഇതിൻ്റെ അടിയിൽ, അതായത് ഈ ഒരു പീസിൻ്റെ അടിയിൽ ഈ ഒരു ഭാഗത്ത് നോക്കി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് 2 ക്യാപ്പാണ് വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്ടർ ലൈൻ, അതായത് നമ്മുടെ അവിടെ റേഡിയേറ്റർ ഫ്രണ്ടിലാണ് വരുന്നത്, റേഡിയേറ്ററിലേക്കുള്ളൊരു വാട്ടർ ലൈനിൻ്റെ ഒരു ക്യാപ്പ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാപ്പിൻ്റെ ക്വാളിറ്റിയും കൂടി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ക്യാമറ ഇവിടെ വന്നിട്ട് ഈ ഇഞ്ചക്ടറിന് തൊട്ട് ബാക്കിലായിട്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും മിസ്സിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളം ലീക്കിങ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ മൈലേജ് ഷോട്ട്, അതായത്
15 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഈ വണ്ടി. ലോങ് ഡ്രൈവിലൊക്കെ 15 കിലോമീറ്റർ സുഖമായിട്ട് നല്ല ട്യൂണിങ്ങിൽ പെർഫെക്റ്റ് എഞ്ചിൻ കണ്ടീഷനുള്ള വണ്ടിയാണെങ്കിൽ മൈലേജ് കിട്ടും കേട്ടോ. അപ്പോൾ 12 കിട്ടുന്നവരുണ്ട്, 13 കിട്ടുന്നവരുണ്ട്. ഡ്രൈവിംഗ് അനുസരിച്ച് വ്യത്യാസം വരും. ശരിക്കും സ്പെയർ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് പൊതുവേ കുറവാണ്. എഞ്ചിനൊക്കെ ഒരു 2 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടാൻ കേപ്പബിലിറ്റി ഉള്ള എഞ്ചിനാണ്. അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നതല്ല. പക്ഷെ നമ്മൾ ഒരുപാട് ലോഡൊക്കെ വെച്ച് മാറിയൊക്കെ യൂസ് ചെയ്ത് പിന്നെ കൃത്യമായിട്ട് വാട്ടർ സർവീസ് ചെയ്യാണ്ട് കൃത്യമായിട്ട് സർവീസ് ചെയ്യാണ്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് മോഡൽ കൂടിയ പുതിയ വണ്ടിയാണെങ്കിൽ പോലും റസ്റ്റിങ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് കസ്റ്റമർ എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എത്ര സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയ വണ്ടിയാണെങ്കിലും നമ്മളത് സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ പോകുമ്പോൾ മുമ്പത്തെ കസ്റ്റമേഴ്സ് എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്, അവർ ഏത് ടൈപ്പ് ഏത് പർപ്പസിന് യൂസ് ചെയ്ത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും ഇതിൻ്റെ മൈലേജ് എന്നുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, വണ്ടി കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് RPM, അതായത് വണ്ടിയുടെ റേസിങ് കൂടുകയോ കുറയോ ചെയ്യണ്ടോ എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമ്മൾ ആക്സിലറേറ്റർ കൂട്ടിയും കുറച്ചുമ്പോൾ ബാക്കിൽ എന്തെങ്കിലും സ്മോക്ക് ഉണ്ടോ നോക്കാം. ആ സ്മോക്കിൻ്റെ സ്മെല്ല് ശരിക്കും ഇതിൻ്റെ ഫ്യൂവൽ കത്തിക്കഴിഞ്ഞാൽ വാട്ടർ വേപ്പറും കാറ്റും മാത്രം നമുക്ക് പിന്നെ അതിനകത്ത് കണ്ടൻസ് ഒരുപാടുണ്ടാവും. ഇനിയിപ്പോൾ അത് പറയാത്തതുകൊണ്ട് നമുക്ക് തനിക്ക് വിവരമില്ല എനിക്ക് അത് പിന്നെ മനസ്സിലായവരാണ് എന്ന് പറയരുത്. കാരണം വാട്ടർ വേപ്പറും എയറുമാണ് പുറത്തേക്ക് വരാം. അപ്പോൾ അതിനെ ശരിക്കും നല്ലൊരു ഫ്യൂവൽ കത്തിൻ്റെ ലൈറ്റ് സ്മെല്ലും വാട്ടർ വേപ്പറിൻ്റെ ഒരു സ്മെല്ലുമാണ് കിട്ടുക. അത് പോയിട്ട് ഇത് കരിഞ്ഞ സ്മെല്ലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓയിലും കൂടി കത്തുണ്ടാവും, റിങ്സ് വീക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്മെല്ല് ഒരു നല്ല പുകയുന്ന മണമായിരിക്കും. പെട്രോളിലെ കണ്ണെരിയുന്നൊരു സ്മെല്ലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾക്ക് മൈലേജ് 8-7 ഉണ്ടാവുള്ളൂ, മൈലേജ് ഷോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ ഗ്യാസിൽ ഓടിയ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഗ്യാസിൽ ഓടിയെന്ന് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ 10,000 കിലോമീറ്ററിനാണ് ഓയിൽ സർവീസ് ചെയ്യുന്നത്. ഗ്യാസിൽ ഓടുന്ന വണ്ടി ഒരു 7,000 കിലോമീറ്റർ ആകുമ്പോൾ സിന്തറ്റിക് ഓയിൽ സർവീസ് ചെയ്യുക. കൃത്യമായിട്ട് എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുക, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്ററൊക്കെ റീപ്ലേസ് ചെയ്യുക. കാരണം ഈ ഗ്യാസ് വലിക്കുമ്പോൾ എയർ മിക്സ്ചർ ചെയ്തിട്ടാണ് ഈ ഫിൽറ്ററിൽ നിന്ന് വരുന്ന എയറിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഫയർ ചെയ്യിക്കുന്നത്. അപ്പോൾ എയർ ഫിൽറ്ററും ക്ലീൻ ആയിട്ട് വയ്ക്കുക. നിങ്ങൾ കൃത്യമായ പീരീഡിൽ നിങ്ങൾ ഇതിനകത്ത് ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ മാറാം. കുറച്ച് സർവീസ് അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ ഗ്യാസിൽ ഓടുന്നത് നല്ല ലാഭമാണ്, നിങ്ങൾക്ക് നല്ല മൈലേജും കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് പീരിയോഡിക്കൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് വണ്ടി ലാഭം തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ഓണർ ഗ്യാസിൽ ഓടിച്ച വണ്ടിയാണ്, നമ്മൾ തേർഡ് ഓണറാണ് എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ മുമ്പ് യൂസ് ചെയ്തിട്ടിരുന്ന ആൾ കറക്റ്റ് ഈ സർവീസൊന്നും ചെയ്യാണ്ട് ഓടിക്കുമ്പോഴാണ് നമുക്ക് ഗ്യാസിൽ ഓടിയ വണ്ടികൾക്ക് എഞ്ചിൻ ഡാമേജ് വരാം. അപ്പോൾ എഞ്ചിൻ ഡാമേജ് വരുന്ന വണ്ടികൾക്ക് പിന്നെ പെട്രോളിൽ നമ്മൾ ഓടിക്കുമ്പോൾ ഒരിക്കലും മൈലേജ് കിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഗ്യാസിൽ ഓടിയ വണ്ടിയാണെങ്കിൽ ഗ്യാസിൽ തന്നെയും, പെട്രോൾ ഓടിയ വണ്ടിയാണോ എൻ്റെ ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ, വണ്ടി വലിക്കുറവുണ്ടോ, പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ആക്സിൽ പോയിരിക്കുന്നുണ്ടല്ലേ. വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അടിച്ചൊക്കെ എടുത്ത് നോക്കുക, കുറച്ച് ഓടിച്ച് ലോങ് ഓടിക്കുക, ലോക്കൽ റോഡിലൊക്കെ ഓടിക്കുക, ക്ലച്ച് കാലെടുക്കുമ്പോൾ എഞ്ചിൻ അടിക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഈ മറ്റേ ബാക്കിലേക്ക് പോയ ആക്സിലിൻ്റെ സ്റ്റാർ പിന്നെയും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ ആക്സിലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ, ഇതിൻ്റെ ഹൗസിങ്ങിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിലോ, ഒരു മൂളക്കമോ അല്ലെങ്കിൽ ഡിഗ്രി അടിക്കുന്ന സൗണ്ടുകളൊക്കെ കേൾക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഈ ഈക്കോയ്ക്ക് പവർ സ്റ്റിയറിംഗ് വരുന്നില്ല, ഉള്ള പവർ സ്റ്റിയറിങ്ങിൻ്റെ ആവശ്യമില്ല, നല്ല സ്മൂത്താണ്. പക്ഷേ അതിനകത്ത് ചിലപ്പോൾ ചില ടൈറ്റൊക്കെ വരാറുണ്ട്. അങ്ങനെ ടൈറ്റ് വരുവാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് സ്റ്റിയറിംഗ് ബോക്സിനകത്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഭയങ്കര ഫ്രീ ആക്കാൻ പറ്റും. ഡ്രൈവ് ചെയ്തിട്ട് നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം ഈ RPM ഫ്ലക്ച്വേഷൻ ഉണ്ടോ എന്ന് നോക്കുക. കാരണം RPM കയറി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അതെന്തെങ്കിലും സിലിണ്ടറിലേക്ക് പവർ കിട്ടാത്ത ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസർ മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോഴാണ്. മെയിനായിട്ട് ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്താണ്ട് വണ്ടി RPM ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ മൈലേജ് ഷോട്ടുള്ള വണ്ടി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ RPM വണ്ടി നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ RPM ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരേ ട്യൂണിങ്ങിൽ റേസ് ആയി നിൽക്കണം. നമ്മൾ കറക്റ്റായിട്ട് അതൊക്കെ നമ്മൾ കണ്ണടച്ചൊന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടിക്ക് 2 ലക്ഷം രൂപ അതിൽ കൂടുതൽ വില വരും. അപ്പോൾ ആ അത്രയും പൈസ നമ്മൾ സമ്പാദിക്കാൻ നമ്മുടെ അടുത്തൊരു പേഷ്യൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോഴും കാണിക്കുക. അപ്പോൾ RPM എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ഒന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുത്തൊന്ന് ചാടിച്ച് നോക്കുക. കാരണം നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, ക്ലച്ച് സ്മൂത്തായിരിക്കും, നല്ല സ്മൂത്താണ് ക്ലച്ച്. അപ്പോൾ അത് നോക്കുക. ഈ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഓടിച്ച് സ്റ്റിയറിങ്ങിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കൂടി ചെക്ക് ചെയ്യുക. ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വണ്ടി ടേൺ ചെയ്തെടുക്കാൻ പറ്റും. അത്രയ്ക്ക് സ്മൂത്താണ് അതിൻ്റെ നോർമൽ സ്റ്റിയറിംഗ്. ചെറിയ ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം. വലിയ എക്സ്പെൻസീവ് അല്ല, ഒട്ടും എക്സ്പെൻസീവ് അല്ല. പിന്നെ ഈ വണ്ടിയുടെ ടയർ കുറച്ച് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 14 സൈസ് അലോയിലും 14 സൈസ് ടയറും ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വണ്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി, ഒരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഈ ടയർ ഇട്ടതുകൊണ്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കി ഫ്രണ്ട് ഒരു സാധനം ആക്സിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട് നല്ല സ്മൂത്താണ്. പിന്നെ വണ്ടി ഓടിക്കാനും നല്ല സിമ്പിളാണ്. വെച്ചാൽ ഈ ഒരു കാർ ഓടിക്കുന്ന അതേ തന്നെ നമുക്ക് ഒരുപാട് എഫേർട്ട് ഒന്നും, ലോഡ് വെച്ചാലും ലോഡ് ഉണ്ടെങ്കിലും സ്റ്റിയറിങ്ങിന് ആ സ്മൂത്ത്നെസ്സിന് ടൈറ്റ് ഹാർഡ് ആവാനോ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെറിയ രീതിയിൽ പരിഹരിക്കാവുന്ന ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ 2010 മോഡൽ വണ്ടി 1,50,000 രൂപയ്ക്കും കിട്ടും. 1,50,000 രൂപ മുതൽ മുകളിലേക്കാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്.
പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ, വണ്ടിയുടെ ക്വാളിറ്റി ചിലപ്പോൾ 2010 മോഡൽ വണ്ടി അൾട്ടിമേറ്റ് ക്വാളിറ്റിയുള്ള വണ്ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 180, 190 വരെ എടുക്കാം. ചിലപ്പോൾ 2013 മോഡൽ വണ്ടി ഫുൾ തുരുമ്പായിരിക്കും. അപ്പോൾ ഒരിക്കലും മോഡൽ വാല്യൂ എന്നുള്ള രീതിയിൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ വണ്ടി പോയിട്ട് ഇപ്പോൾ 1,50,000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ 2013 പോയി എടുക്കരുത്. കാരണം നമ്മൾ ചെക്ക് ചെയ്യുക, വണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് ബോധിച്ചാൽ മാത്രം മോഡൽ വാല്യൂ, മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് ഒരു ആവറേജ് വണ്ടിയുടെ വിലയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വില നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത് ഒരിക്കലും മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടല്ല, വണ്ടിയുടെ ക്വാളിറ്റിയും വണ്ടിയുടെ പെർഫോമൻസും വണ്ടിയുടെ കണ്ടീഷനും പിന്നെ മോഡൽ വിലയും കൂടി വെച്ചിട്ട് നമ്മളൊരു ഫൈനലൈസ് ചെയ്യാം മാർക്കറ്റ് വാല്യൂ. നല്ല കെട്ടുള്ള റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് സൈൻ ഓഫ് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് കൂടുതൽ വണ്ടികൾ റിവ്യൂ ചെയ്യാനും നിങ്ങൾക്ക് നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാനും ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാൻ വരെ ബൈ.